വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ സീ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. ഞങ്ങൾ ഒന്നിച്ചല്ല പോകുന്നത്, ഞാൻ മാത്രമാണ് പോകുന്നത്. അജയ് ഫെരാരിയിലാണ് പോകുന്നത്. കാരണം അജയ് വീഗൻ ആയതുകൊണ്ട് അവൻ്റെ പേജിൽ സീ വേൾഡിന്റെ കോണ്ടന്റ് ഇടാനോ പോസ്റ്റ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം അറിയാലോ, വീഗൻ ആയിട്ടുള്ള ആൾക്കാർ ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഒക്കെ അവർ യൂസ് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് അവൻ ഫെരാരിയിലും ഞാൻ സീ വേൾഡിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവിടെ പെൻഗിൻസും ഡോൾഫിൻസും അങ്ങനെ നമ്മൾ കാണാത്ത കുറെ ആനിമൽസും ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. എപ്പോഴും എൻ്റെ കൂടെ അജയ് ഉണ്ടാകും. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിലും നമ്മുടെ മീഡിയ ടീമും അതേപോലെ വേറെ ക്രിയേറ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അജയ്ക്ക് ഒരു 10:30 ആകുമ്പോഴാണ് പോകേണ്ടത്. എനിക്ക് 10 o'clock ബസ് വരിക. ഞാൻ സൈലന്റ് തന്നെയാണ്, പക്ഷെ രണ്ടും രണ്ട് സൈഡാന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം മീറ്റ് ചെയ്യും. അപ്പോൾ താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മുടെ ബസ് അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും സീ വേൾഡിലേക്ക് പോവാം. അവിടെ ഭയങ്കര എന്താ പറയുക, തണുപ്പായിരിക്കും. ഇപ്പൊ പെങ്കിന്റെ അവിടെയൊക്കെ 1 degree പറയുന്ന തണുപ്പ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് എല്ലാം എടുത്ത്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് യോഗേർട്ട് ആണ്, ഷുഗർ സിറപ്പിലിട്ട ഫ്രൂട്ട്സ് ആണ്. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ഫേവറേറ്റ് ക്രോസാൻഡും പിന്നെ അതേപോലെ കുറച്ച് ക്യാരറ്റ്സും പിന്നെ വെജ് ഫ്രൈഡ് റൈസും പിന്നെ പൊട്ടാറ്റോസും സ്ക്രാമ്പിൾഡ് എഗ്ഗുമാണ് ഞാൻ എടുത്തത്. ഞാൻ ചിക്കൻ സോസേജും കാര്യങ്ങളൊന്നും അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് എഗ്ഗാണ്. അജയ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. സൗണ്ടൊക്കെ പോയി തുടങ്ങി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. പക്ഷെ എന്നാലും എനിക്ക് പൊതുവേ തണുപ്പ് അങ്ങനെ പറ്റത്തില്ല. ഞാനങ്ങനെ തണുപ്പ് അധികം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലുള്ള ആളല്ല. അപ്പോൾ എനിക്ക് കുറച്ച് തണുപ്പ് തന്നെ, പേസിയുടെ തന്നെ ഒരു പരിധി കൂടുതൽ തണുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ നല്ല ക്ലൈമറ്റാണ്, നമ്മളങ്ങനെ ടയേർഡ് ആവുമൊന്നുമില്ല. ഇപ്പോൾ വിയറ്റ്നാമിലും തായ്ലൻഡിലൊക്കെ ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു ആ സമയത്ത്, മാൽഡീവ്സിലൊക്കെ. പക്ഷെ ഇവിടെ അബുദാബിയിൽ വന്നിട്ട് അങ്ങനെ നമ്മൾ ടയേർഡായി പോകുന്ന സീനൊന്നുമില്ല, കാരണം ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട്. അപ്പം ഞാൻ പോയിട്ട് വരാം, എന്നെ അനുഗ്രഹിച്ച് വിടൂ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഒന്നിച്ച് ട്രാവൽ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ഞാനിങ്ങനെ അജയുടെ വാലായിട്ട് അജയുടെ പുറകെ നടക്കുക ചെയ്യാറ്. പക്ഷെ ഇപ്പം അത് പറ്റത്തില്ല. പക്ഷെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്നും പഠിക്കുക അല്ലേ. ശരി മുതലാളി, എന്നെ അനുഗ്രഹിച്ച് വിടൂ. ഓക്കെ. പിന്നെ നീ ഫെരാരിയിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരത്തില്ലേ? അല്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു വരത്തില്ലേ? ഓക്കെ. വേറെ ഒന്നും എൻ്റെ കയ്യിലില്ലല്ലോ, ഞാനെല്ലാം എടുത്തില്ലേ. ഫോണും ഉണ്ട്, പവർ ബാങ്കും ഉണ്ട്. വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല, ആവശ്യമില്ല. ബൈ. നമ്മുടെ ബസ് ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും സീ വേൾഡിലേക്കുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. ജസ്റ്റ് ഇവിടുന്ന് ഒരു 5 minutes ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ബസ് കയറിയിട്ടുണ്ട്. ബാക്കിലാണ് ഇരിക്കുന്നത്. ബസ് ഫുള്ളും ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് 3 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. സീ വേൾഡും വാട്ടർ വേൾഡും പിന്നെ അതേപോലെ വാർണർ ബ്രോസിലും പോകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം 5 minutesനുള്ളിൽ നമ്മൾ എത്തും. അപ്പം അതുകൊണ്ട് ബസ് ഫുള്ള് ആൾക്കാരാണ്. അജയ് ഫെരാരിയിൽ എത്തിയോന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ആര്യയും നമ്മുടെ കൂടെയുള്ള ഒരു ക്രിയേറ്റർ തന്നെയാണ്. സോ നമ്മളെല്ലാവരും എന്താ പറയുക, സീ വേൾഡിലേക്കാണ് പോകുന്നത്. അജയ് മാത്രമാണ് ഫെരാരിയിലേക്ക് പോയത്. സോ എൻ്റെ കൂടെ ആര്യയാണ് ഇന്ന് ഫുൾ ഡേ എൻ്റെ കൂടെ ഉണ്ടാകുന്നത്. ഷീസ് ബേസിക്കലി ഫ്രം ബോംബെ. യു ഫ്രം ബോംബെ, റൈറ്റ്? അങ്ങനെ ദേ ബസ് ഇറങ്ങിയിട്ട് ഞാൻ ദേ സീ വേൾഡിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 200 meter നടക്കാനേ ദൂരമുള്ളൂ. ദേ ആ കാണുന്നതാണ് സീ വേൾഡ്. നമ്മുടെ ടൂർ ഗൈഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ കയ്യിലാണ് നമ്മുടെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിതേ സീ വേൾഡിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ പുറത്ത് തന്നെ സീ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലോഗോയുടെ മുന്നിൽ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് നമ്മളിതേ സീ വേൾഡിൻ്റെ അകത്ത് കയറി. ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ ശരിക്കും വേറൊരു ലോകം തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മളൊരു സീയുടെ അകത്ത് നിൽക്കുന്ന മാതിരിയാണ് എനിക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫീൽ ചെയ്തത്.
1.9 മില്യൺ സ്ക്വയർ ഫീറ്റിൽ 5 ലെവലായിട്ടാണ് ഈ ഒരു തീം പാർക്ക് ഉള്ളത്. അത് മാത്രമല്ല വേൾഡിൽ ലാർജസ്റ്റ് ഇൻഡോർ മെറൈൻ തീം പാർക്കും കൂടെ യാസ് ഐലൻഡിലെ സീ വേൾഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ 5 ലെവലായിട്ടാണ് ഈ ഒരു തീം പാർക്ക് ഉള്ളത്. അപ്പം എവിടേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത്, എവിടേക്കാണ് നമ്മൾ സെക്കൻഡ് ഹാഫ് പോകേണ്ടത് എന്നുള്ള പുള്ളി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റൂട്ട് മാപ്പ് വെച്ചിട്ട് പറഞ്ഞു തരികയാണ്. ആദ്യം ഞങ്ങൾ പോയത് വൺ ഓഷ്യൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആദ്യം ഞങ്ങൾ പോയത്. ഇവിടെ കൂടുതലും നമുക്ക് ഷാർക്സിനെയും പിന്നെ അതേപോലെ സ്റ്റിംഗ് റേസിനെയും പിന്നെ കുറേ കുട്ടി കുട്ടി ഫിഷസിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശരിക്കും നമ്മൾ ഈ ഒരു കടലിൻ്റെ അകത്ത് നിന്നിട്ട് ഈ മീനുകളൊക്കെ കാണുന്ന മാതിരിയാണ് എനിക്ക് ശരിക്കും തോന്നിയത്. ഈ സ്റ്റിംഗ് റേസിനെ ആണെങ്കിലും ഈ ഷാർക്കിനെ ആണെങ്കിലും ഒക്കെ ഇത്ര നല്ല രീതിയിൽ ഇത്ര എവിഡൻ്റ് ആയിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് സ്നോർക്കലിംഗ് ചെയ്ത സമയത്താണെങ്കിൽ പോലും സ്റ്റിംഗ് റേസിനെയോ ഷാർക്കിനെയോ ഒന്നും കാണാൻ പറ്റിയില്ല. ജസ്റ്റ് കളർഫുൾ ആയിട്ടുള്ള കുറെ കുട്ടി കുട്ടി ഫിഷസിനെയും പിന്നെ അതേപോലെ കോറൽസും മാത്രമാണ് ഞാൻ കണ്ടത്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് നേരിട്ട് കാണുമ്പം എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നും. ഈ ഫിഷിൻ്റെ പേര് ഞാൻ ശരിക്കും മറന്നുപോയി. ഇതിങ്ങനെ ആക്ച്വലി ഒരു തരം ലൈറ്റ് നമ്മുടെ മിന്നാമിനിങ്ങിൻ്റെ മാതിരിയുള്ള ഒരു മീനാണ്. ഇതിൻ്റെ പേര് ടൂർ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. പിന്നെ അതേപോലെ ഇവിടെ ഷാർക്കും സ്റ്റിംഗ് റേസും മാത്രമല്ല, നമുക്ക് ലോബ്സ്റ്ററിനെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ കുറേ കളർഫുൾ ആയിട്ടുള്ള കുട്ടി ഫിഷസിനെയൊക്കെ കാണാൻ പറ്റും. ഈ മഞ്ഞ കളർ മീനിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വൺ ഓഷ്യൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് പോളാർ ഓഷ്യനിലേക്കാണ്. സോ ഇവിടെ എനിക്ക് ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. പെൻഗ്വിൻസിനെയാണ് ഞാൻ കാണാൻ പോകുന്നത്. എന്ത് രസമാണെന്നറിയോ പെൻഗ്വിൻസിനെ കാണാൻ. ശരിക്കും എന്താ പറയുക, ഭയങ്കര നല്ല ഭംഗിയുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പെൻഗ്വിൻസിനെ കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പെൻഗ്വിൻസിനെ തൊടാനോ പിന്നെ അതേപോലെ അവരുടെ കൂടെ ഫോട്ടോസ് എടുക്കാനോ അവരെ ഫീഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാരണം സീ വേൾഡിൽ ഓൾമോസ്റ്റ് ഒരു 70% ആനിമൽസും റെസ്ക്യൂ ചെയ്ത ആനിമൽസാണ്. അപ്പം നമുക്ക് അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ചില ആനിമൽസിനെ അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള ചില ആനിമൽസിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഈ പെൻഗ്വിൻസിനെ കാണാൻ ശരിക്കും എന്താ പറയുക ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. കുറച്ച് പെൻഗ്വിൻസിനൊക്കെ കുറച്ച് ഇത്തിരി എന്താ പറയുക ചെളിയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ മേത്ത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ പെൻഗ്വിൻസിനെയും കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു. എനിക്ക് പെൻഗ്വിൻസിനെ തൊടണമെന്നും പെൻഗ്വിൻസിൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കത്തില്ല. കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ വെറുതെ കിടിലനായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോവാണ്. കാരണം ഒരു പരിധി കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ തന്നെ വല്ലാതെ നാവൊക്കെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. പെൻഗ്വിൻസിൻ്റെ ഏരിയയിൽ കൂടുതൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിതേ ഈ ഒരു സൈഡിലേക്ക് വന്നതാണ്. ഇവിടെ സീ വേൾഡിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റ്സും പിന്നെ അതേപോലെ കഫേസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു കഫേയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പെൻഗ്വിൻസിനെ കാണാം. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതലും പെൻഗ്വിൻസ് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തുന്നതും ഇതൊക്കെയാണ് കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് അങ്ങനെ തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പെൻഗ്വിൻസിനെ കാണുന്നത്. കൂടുതലും പെൻഗ്വിൻസ് ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തുന്നതും പിന്നെ അതേപോലെ എന്തൊക്കെ ഇങ്ങനെ തലകുത്തി മറയുന്നത് പോലെയൊക്കെ ഉള്ളതൊക്കെയാണ് ഇവിടെ ഇരുന്നാൽ നമുക്ക് കാണാൻ പറ്റുക. പെൻഗ്വിൻസിനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സീലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചില ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ പറ്റും, ചില ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള. ഇവിടെ നമുക്ക് സീലിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവർ ഇതുപോലെ എന്താ പറയുക റോ ആയിട്ടുള്ള ഫിഷ് നമുക്ക് തരും. നമുക്ക് ഈ ഫിഷ് എടുത്തിട്ട് നമുക്ക് സീലിനെ ഫീഡ് ചെയ്യാം. ഇവർ ഭയങ്കര കൊതിയന്മാരാണ് കേട്ടോ. ഇവർക്ക് ഇങ്ങനെ ഈ ഫുഡ് കൊടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഇവർ കുറച്ചൊരു എന്താ പറയുക ഫുഡിനോട് ഭയങ്കര ഒരു അഗ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. റോ ഫിഷാണ്, ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. ഇത് മത്തിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവരിങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഫീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഇവരുടെ അടുത്ത് പോകാനോ ഇവരെ തൊടാനോ ഒന്നും പറ്റത്തില്ല. സീലിനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ലഞ്ച് ബ്രേക്കിനാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സീ വേൾഡിൻ്റെ അകത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിതേ ഇവിടെ കഫേയിൽ പോയിട്ട് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ആണ് ഓർഡർ ചെയ്തത്. ഇവിടെ അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ആണ് ഓർഡർ ചെയ്തത്. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് ട്രോപ്പിക്കൽ ഓഷ്യനിലാണ്. ഇവിടെ കൂടുതലും ഉള്ളത് ഫ്ലെമിംഗോസ് ആണ്. ഇവിടുത്തെ ഈ ആനിമൽസ് ആയിക്കോട്ടെ എല്ലാം വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ ഈ ഫ്ലെമിംഗോസിനെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു കളർ, ഈ ഒരു ഓറഞ്ച് കളർ ഒരു രക്ഷയില്ലായിരുന്നു. ശരിക്കും നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവരെ കാണാൻ വേണ്ടിയിട്ട്. ഫ്ലെമിംഗോസിനെ നമുക്ക് ഫീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല, കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഫ്ലെമിംഗോസിനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ
നമ്മൾ നെക്സ്റ്റ് ഈ സ്റ്റിംഗ് റേസിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇവിടെ നമുക്ക് സ്റ്റിംഗ് റേസിനെ തൊടാം കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഗൈഡുണ്ട്. അപ്പോൾ അവർ പറയും നമ്മൾ എങ്ങനെയാണ് ഇവരെ ജസ്റ്റ് തൊടേണ്ടത് എന്നുള്ളത്. അപ്പോൾ വളരെ മെല്ലെ നമുക്കിങ്ങനെ വെള്ളത്തിലേക്ക് കൈ വെച്ചിട്ട് ഇവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൃദുവായിട്ടൊന്നും ഇങ്ങനെ തൊടാനേ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ ഇവരെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം കൈ കഴുകണമെങ്കിലൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഹാൻഡ് വാഷ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സീ വേൾഡിന്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ടായിട്ടുള്ള ഡോൾഫിൻ ഷോ ആണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടി. അപ്പം നമ്മളിതേ ഷോ കാണുന്ന ഈ ഒരു ഏരിയയിലേക്ക് വന്നതാണ്. അപ്പം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഈ ഒരു ഏരിയയിലാണ് ഡോൾഫിൻസ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എന്തായാലും ഡോൾഫിൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. Healthy, engaged, and active. അങ്ങനെ ഡോൾഫിൻ ഷോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതേ തിരിച്ച് സീ വേൾഡിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ശരിക്കും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സീ വേൾഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. ഞാൻ ലൈഫിൽ കാണില്ല എന്ന് വിചാരിച്ചു ഒരുപാട് ആനിമൽസിനെയൊക്കെ എനിക്കിവിടെ സീ വേൾഡിൽ കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് ബസ്സിലാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് അഞ്ജന പാലങ്ങാട് സൈനിങ് ഓഫ്. ടാറ്റാ.